ഞാൻ എൻ്റെ എല്ലാ ഇമാതിരി പ്രസംഗവും ആദ്യത്തെ പ്രസംഗം ഒരു പ്രതിജ്ഞയോടെയാണ് ആരംഭിക്കാറ്. ആ പ്രതിജ്ഞയാണ് എൻ്റെ ഫാത്തിഹ, അതാണ് എൻ്റെ ദുവ. ആ പ്രതിജ്ഞയാണ് ഈ പ്രായത്തിലും ഇങ്ങനെ സഞ്ചരിക്കാനും സമരപഥങ്ങളിൽ നിലയുറപ്പിക്കാനും സംസാരിക്കാനുമൊക്കെ ദയാനിധിയായ ദൈവം അള്ളാഹു നൽകുന്ന തൗഫീഖ് എന്നാണ് എൻ്റെ ബോധ്യം. എനിക്കിപ്പോൾ 79ാമത്തെ വയസ്സാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ഈ സമയം ഞാൻ 80 എന്ന് പറയും, ആയുസ്സുണ്ടെങ്കിൽ. ആ പ്രതിജ്ഞയുടെ പശ്ചാത്തലമൊന്നും വിശദീകരിക്കുന്നില്ല. നേരത്തെ ഫൈസൽ ബാബു പറഞ്ഞതുപോലെ 43ാമത്തെ വർഷമാണ് ഞാൻ ആ പ്രതിജ്ഞ ആവർത്തിക്കുന്നത്. പ്രത്യക്ഷമായ പ്രതിജ്ഞയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രതിജ്ഞ ഇങ്ങനെ: നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നതങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അനവരതം പോരാടുകയും ജീവത്യാഗം വരെ വരിക്കുകയും ചെയ്ത കർമ്മയോഗികളുടെയും ധീരരക്തസാക്ഷികളുടെയും വീരസ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. മദ്യം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. മദ്യം, കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നുമുള്ള എൻ്റെ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നു. മാത്രമല്ല, ജീവിതാവസാനം വരെ മഹാതിന്മകൾക്കെതിരെ എൻ്റെ ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും അർത്ഥലബ്ധിയുടെയും അവസരങ്ങളുടെയും അർഹമായ പങ്ക് നീക്കിവെച്ചുകൊണ്ട് കുടുംബകാര്യങ്ങൾക്കെന്നതിലുപരി ഗൗരവത്തോടെയുള്ള എൻ്റെ പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ MK നസീർ, ഇവിടെ സ്വാഗതം ആശംസിച്ച യാസിർ അൻസാരി, നേരത്തെ സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ യൂസഫ് അലി, അതുപോലെ അദ്ദേഹത്തിൻ്റെ PP കുടുംബമാണ് എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രചോദനം. അഷ്റഫ് അവർകൾ, ഈ വേദിയിൽ ഇപ്പം സംസാരിച്ച ഫൈസൽ ബാബു തുടങ്ങി പരിചിതരും അപരിചിതരുമായ ആ സ്ത്രീ പുരുഷ മാബാലവൃദ്ധ ആത്മബന്ധുക്കളെ നമസ്കാരം. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. പ്രൈസ് ദി ലോർഡ്. ജയ് ജഗത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. 25 മിനിറ്റ് ഏറിയാൽ അരമണിക്കൂറാണ് എനിക്കിവിടെ സംസാരിക്കാനുള്ള സമയം. ഞാൻ ചോദിച്ചു നസീറിനോട്, എന്താ വൈകിപ്പോയി? അദ്ദേഹം എന്നോട് പറഞ്ഞ ഉത്തരം ഇസ്ലാമിന് കേൾക്കാൻ പറ്റാത്ത ഉത്തരമാണ്. ഇപ്പം നിങ്ങൾക്കൊരു ജിജ്ഞാസയില്ലേ, എന്താണ്? ആളുകൾ വരാൻ വൈകി എന്നാണ്. ഞാൻ ഇസ്ലാമിക സദസ്സുകളിലൊക്കെ സംസാരിക്കുമ്പം വൈകി വരുന്ന ആളുകളോട് ചോദിക്കാറുണ്ട്, നിങ്ങളോട് ചോദിക്കുന്നു, സമയനിഷ്ഠ നിങ്ങൾക്ക് സുന്നത്തോ ഫർളോ? ഉത്തരം പറഞ്ഞോളൂ. എന്നോട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. പലരും നേരം വൈകിട്ടാണ് പോവുക. ജുമാക്ക് എന്തുകൊണ്ട് വൈകുന്നില്ല? അത് മതനിർദ്ദിഷ്ടമായ ഒരു ചടങ്ങാണ്. മതനിർദ്ദിഷ്ടമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ചടങ്ങുകളും ഫർള് പോലെ കൃത്യസമയത്ത് എത്തിയിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? എന്നോളം പ്രായമുള്ള ആളുകൾ സദസ്സിൽ വളരെ കുറവാണ്. അതുകൊണ്ട് എൻ്റെ ഇളമുറക്കാരോട് ഞാൻ പറയുന്നു, സമയനിഷ്ഠ ഫർളായി കാണണം. 11 മണിക്ക് എത്തണമെന്നാണ് നമ്മളുടെ മുജീബ് എന്നോട് പറഞ്ഞത്. ആ ഫത്വ ഞാൻ സ്വീകരിച്ചു. ഇന്ന് സമരപ്പന്തൽ പോകാതെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്നിട്ട് 1 മണിക്കൂറിലേറെ കഴിഞ്ഞു, 1.5 മണിക്കൂർ. അങ്ങോട്ടൊന്നും പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. എനിക്ക് സന്തോഷകരമായ ഒരു വസ്തുത ഞാൻ ആമുഖമായി നിങ്ങളോട് പറയട്ടെ. ഞാൻ ഒരുപാട് സമ്മേളനങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതിൻ്റെ നോട്ടീസിലൊന്നും കാണാത്ത വളരെ ഗൗരവമുള്ള ഒരു കാര്യം ഈ നോട്ടീസിലുണ്ട്. ആദ്യമായി ഈ നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്ത ആളുകൾക്ക്, സ്വാഗത സംഘത്തിന് ആ വകയിൽ ഞാൻ എൻ്റെ അഭിവാദ്യം അർപ്പിക്കുക. ആധുനിക കാലത്ത് പുരോഗതിയുടെയും നവീന വിദ്യാഭ്യാസത്തിൻ്റെയും രീതികൾ തുടർന്നും സ്വീകരിക്കണം, ഉറപ്പ്. അല്ലെങ്കിൽ നമ്മൾ പിറകോട്ട് പോകും. ധർമ്മബോധത്തിലും സദാചാരനിഷ്ഠയിലും നിർബന്ധമുള്ള ഒരു പുതിയ തലമുറ മാതൃകയായി വളർന്നു വരണം. സദാചാരനിഷ്ഠയിലും ധർമ്മബോധത്തിലുമുള്ള നിർബന്ധമെന്ന് പറഞ്ഞാൽ അത് ഫർളിൻ്റെ കൂട്ടത്തിൽ പെടുത്തണം, അല്ലെങ്കിൽ ഇസ്ലാം ആകില്ല. ക്യാമ്പസിനകത്തും പുറത്തുമുള്ള അധാർമികതയുടെ പുതിയ കാല വെല്ലുവിളികളെ അതിജീവിക്കാൻ യുവതയ്ക്ക് കരുത്ത് പകരണം.
അതെ, നമ്മുടെ നാട് വളരണം, നഷ്ടപ്പെട്ട മൂല്യങ്ങൾ തിരിച്ചു പിടിക്കണം, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യം, വേവലാതികൾക്ക് അറുതി വരുത്തണം, അസ്വസ്ഥത മാറ്റണം. ഈ ധാർമ്മിക മുന്നേറ്റത്തിൽ മൂല്യവിചാരമുള്ള നാം ഓരോരുത്തരും കഴിവതും പങ്കുവഹിക്കണം. നാടിൻ്റെ പ്രതീക്ഷയായി പ്രകാശമായി അസ്ബാഹ് കീർത്തിയോടെ നിലനിൽക്കണം. അള്ളാഹു അനുഗ്രഹിക്കാതിരിക്കില്ല. അസ്ബാഹ് എന്ന പേര് ഒരു ഗുരുദക്ഷിണയായി സമർപ്പിക്കപ്പെട്ടതാണ്. ഇവിടെ ഗുരുദക്ഷിണയെക്കുറിച്ചും റസൂലിൻ്റെ അക്കാര്യത്തിലുള്ള നിഷ്ഠയെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണ് യുവതലമുറയ്ക്ക് എല്ലാവരും പരാമർശിച്ചു, ഉയ്യച്ചേരി മാഷ് ലഹരിക്കെതിരെയാണ് പറയുക. അതിൻ്റെ ഇടയ്ക്ക് യൂസഫ് അലി പറഞ്ഞൊരു കാര്യം, കുഞ്ഞികൃഷ്ണൻ മാഷ് ഇപ്പം മദ്യത്തെക്കുറിച്ചേ പറയുന്നുള്ളൂ. മദ്യം നിസ്സാരമാണ്. അല്ല, ഐക്യരാഷ്ട്ര സംഘടന 2022 നടത്തിയ ഒരു പഠനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതിൻ്റെ റിസൾട്ട് എൻ്റെ ഫോണിലുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ട് ഫോൺ ഇപ്പോൾ എയറോപ്ലെയിൻ മൂഡിലിട്ടതാണ്. 2022 ഐക്യരാഷ്ട്രസഭ ഒരു പഠനം നടത്തി. ലോകത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരും അവരുമായി ബന്ധപ്പെട്ടവരും ആരാണ്, ഏത് ലഹരി വസ്തു കൊണ്ടാണ് ഏറ്റവും അധികം ആഘാതം അനുഭവിക്കുന്നത് എന്നിട്ട് അവർ സ്കോർ ചെയ്തു. ആൽക്കഹോളിൻ്റെ സ്കോർ 70 ആത്മബന്ധുക്കളെ. പിന്നെ ഹെറോയിനാണ്, പിന്നെ കൊക്കൈനാണ്, പിന്നെ മെറ്റാ ആംഫിറ്റാമിനാണ്, പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ. അതിൽ കഞ്ചാവിൻ്റെ സ്കോർ 23. അതായത് ഏറ്റവും അധികം സാമൂഹിക ആഘാതം സൃഷ്ടിക്കുന്നത് മദ്യമാണ്. നിങ്ങൾ അയൽപക്കങ്ങളിലൊന്ന് സർവേ എടുത്ത് നോക്ക്. ഈ MDMA കൊണ്ട് എത്ര ഭാര്യ ആത്മഹത്യ ചെയ്തു? MDMA കൊണ്ട് എത്ര കൊലപാതകികൾ ഉണ്ടായി? കഞ്ചാവും മയക്കുമരുന്നും നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തി? അവ കൊണ്ട് എത്ര റോഡ് ആക്സിഡന്റുകൾ ഉണ്ടായി? അതുകൊണ്ട് എത്രമാത്രം ദാമ്പത്യബന്ധം ശിഥിലമായി? അതുകൊണ്ട് ആരൊക്കെ ഭാര്യയെ അടിച്ചു കൊന്നു? അതുകൊണ്ട് ഏത് മകൻ ഉമ്മയെ ഉപ്പയെ മർദ്ദിച്ചു? ഉത്തരം കിട്ടുക 5% പക്ഷേ മദ്യം കൊണ്ട് ദാമ്പത്യം വഴിതെറ്റിപ്പോയ, ആക്സിഡന്റുകൾ ഉണ്ടായ, അതുപോലെ മാതാപിതാക്കളെ ആക്രമിച്ച 10, 20, 22 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊലപാതകികളായി ജയിലിലെത്തിച്ച എത്ര സംഭവങ്ങളുണ്ട്. MDMA ഒന്നും അത്ര കുഴപ്പമുള്ളതല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഉയ്യച്ചേരി മാഷ് എന്തായി പറയുന്നത്? MDMAയും മറ്റ് ലഹരികളും ഉപയോഗിക്കുന്ന ഒരുത്തൻ ഒരു 15 വയസ്സിൽ MDMA ഉപയോഗിച്ചു തുടങ്ങിയാൽ, നേതാക്കളെ, അവൻ കല്യാണം കഴിക്കുന്നില്ല, മക്കളെ ഉണ്ടാക്കുന്നില്ല. 10-20 വയസ്സാകുമ്പോഴേക്കും അവൻ മയ്യത്താവും. അവനെ കൊണ്ട് സമൂഹത്തിലൊരു ദോഷവുമില്ല. ഉമ്മയും ബാപ്പയും അവനെക്കുറിച്ച് ഓർത്ത് കരയും. ബാപ്പ പതുക്കെ അതിൽ നിന്ന് രക്ഷപ്പെടും. അദ്ദേഹം അതൊക്കെ വിസ്മരിക്കും. ഉമ്മയ്ക്കെന്നും ഒരു നിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് MDMAയുടെ അപകടം, മക്കൾ കല്യാണം കഴിക്കില്ല, ദുർഭഗ സന്തതികൾ ഉണ്ടാക്കുന്നില്ല, സാമൂഹ്യ ദ്രോഹികളെ സൃഷ്ടിക്കുന്നില്ല, മാതാപിതാക്കളെ ആക്രമിക്കുന്നവരെ വളർത്തുന്നില്ല. അവർ 15-20 വയസ്സുകൊണ്ട് മരിച്ചു പോകും. അങ്ങനെ എൻ്റെ മോൻ മരിക്കരുത് എന്ന് നിഷ്ഠയുള്ള ഉമ്മയും ബാപ്പയും അച്ഛനും അമ്മയും ഈ തിന്മയ്ക്കെതിരെ രംഗത്തിറങ്ങണം. ഇറങ്ങുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രളയകാലത്ത് കണ്ട ഒരു നായ്ക്കുട്ടി പ്രളയജലത്തിൽ ഒലിച്ചുപോയി. ഒരു അമ്മ പട്ടി നീന്തി കിലോമീറ്ററുകളോളം പോയി അതിനെ പിടിച്ച് കടിച്ചു കൊണ്ടുവന്ന് പൂർവ്വസ്ഥാനത്ത് നിക്ഷേപിച്ചു. അങ്ങനെ തൻ്റെ കുഞ്ഞുങ്ങൾ ലഹരിയുടെ കുത്തൊഴുക്കിൽ നശിച്ചു പോകുന്നു. ആ കുഞ്ഞിനെ തിരിച്ചു പിടിക്കണമെന്ന് വിചാരമില്ലാത്ത ലക്ഷക്കണക്കിന് അമ്മമാരുടെ നാടാണ് കേരളം. ആ പട്ടിയുടെ പുത്രവാത്സല്യം പോലും കാണിക്കുന്നില്ല പലരും. വീട്ടിലെ നായ്ക്കൾ, പണ്ട് മുസ്ലിം വീട്ടിലെ നായ്ക്കളെ വളർത്താറില്ല, ഇപ്പം പൊങ്ങച്ചത്തിന് വളർത്തുന്നുണ്ടല്ലോ. വീട്ടിലെ ഒരു പട്ടി പ്രസവിച്ചാൽ യജമാനൻ അതിൻ്റെ അടുത്തുകൂടി ഒന്ന് പോയാൽ മതി, പട്ടി തലപൊക്കി നോക്കും, ഇവൻ എൻ്റെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ എന്നത്. അബ്കാരി മുതലാളിമാരും ലഹരി വ്യാപാരികളും നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു പട്ടിയുടെ പുത്ര ആശങ്ക പോലും ഇല്ലാത്ത അമ്മമാരുണ്ട് കേരളത്തിൽ. കേരളം ദൈവത്തിൻ്റെ നാടാണ് പോലും ഒരമ്മയ്ക്കും ഇല്ല. ഏതെങ്കിലും ചില അമ്മ ഇങ്ങനെ നെഞ്ചൊഴിഞ്ഞ് പ്രാർത്ഥിക്കും, അള്ളാഹുവെ രക്ഷിക്കണേ. അങ്ങനെ ഒന്നും ചെയ്യാത്തവരുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കില്ല. പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കണം. നിങ്ങൾ ആരും ചോദിക്കില്ല. അത് പോട്ടെ. ഇവിടെ ഞാൻ വളരെ പ്രതീക്ഷയോടെ ആഹ്ലാദത്തോടെ വന്നതാണ്. യുവജന സമ്മേളനം
യുവാക്കളോട് സംസാരിക്കാമല്ലോ ഈ തിന്മയ്ക്കെതിരെ. ഈ സദസ്സിൽ 50 വയസ്സിന് താഴെ ഉള്ളവർക്കൊന്ന് കൈപൊക്ക്, പൊക്കിക്കോളൂ. അതിൽ മാനക്കടന്ന് വിചാരിക്കണ്ട. അപ്പൊ പൊക്കാത്ത കുട്ടികൾക്കൊക്കെ 50 വയസ്സിന് മേലെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം അല്ലേ? ആയിക്കോട്ടെ. യുവാക്കളെ എന്തിനാണ് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്? നിങ്ങൾ അറിയണം, അറേബ്യ ആക്രമിക്കാൻ ഒരു രാജ്യം മുതിരുന്നു. അതിൻ്റെ സമീപസ്ഥമായ രാജ്യം ബൈസാന്റിയ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞു. മുഴുവൻ പട്ടാള ജീവനക്കാരെയും വിളിച്ചു വരുത്തി, നേതാക്കളെയൊക്കെ. റസൂൽ പറഞ്ഞു, ബൈസാന്റിയെ നമ്മുടെ നാട് ആക്രമിക്കാൻ പോകുന്നു, നമ്മളുടെ പട്ടാളം കരുതിയിരിക്കണം. എല്ലാവരും ജാഗ്രതയോടെ ശ്രദ്ധിച്ചു. നമുക്കൊരു പട്ടാള മേധാവിയെ വേണം, ഒരു ക്യാപ്റ്റനെ കണ്ടെടുക്കണം, യുദ്ധ നായകനെ. ആരുണ്ടാവും? അബൂബക്കർ സിദ്ദീഖ് വിചാരിച്ച് എന്നെ ആയിരിക്കും പറയുക, ഉമർ വിചാരിച്ച് എന്നെ ആയിരിക്കും പറയുക. ആരും മിണ്ടുന്നില്ല. റസൂൽ പറഞ്ഞു, അതാ മൂലയ്ക്ക് നിൽക്കുന്നില്ല ഒരു ചെറുപ്പക്കാരൻ, അവൻ ഇങ്ങോട്ട് വാ. അവൻ വന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവനെ ഞാൻ എൻ്റെ പട്ടാള മേധാവിയാക്കി അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നു. അവൻ്റെ ബാപ്പ ഒരു രാജ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള സമരത്തിൽ ശുഹാദാക്കളുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുന്നു. ഇവന് ആശ്രിത നിയമനം കൊടുത്തല്ല റസൂൽ. റസൂൽ പറഞ്ഞു, ഇമാതിരി ചെറുപ്പക്കാരാണ് നമ്മുടെ പട്ടാളത്തെ നയിക്കേണ്ടത്. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾക്ക് സാധിക്കുമോ ലഹരിക്കും മറ്റ് തിന്മകൾക്കുമെതിരെയുള്ള പട്ടാളത്തെ നയിക്കാൻ? സാധിക്കണമെങ്കിൽ ഉമ്മ ബാപ്പമാർ പറയുന്ന മക്കൾ ഈ പന്തലിൽ വരണ്ടേ? ഈ ഇത്രയും ആളുകളുടെ കൂട്ടത്തിൽ ഇത്രയും മക്കളെ വന്നുള്ളൂ. എന്തുകൊണ്ട് അവർ വന്നില്ല? അത് നിങ്ങൾ പഠനം നടത്തണം. ഞാൻ പറയട്ടെ മക്കളുടെ ഒരു കാര്യം, ഞാൻ വളരെ മരണാനന്തരം വിധി നിർണയിക്കുന്ന കാലത്ത് ചോദിക്കും, ആ ദിവസം നീ നിന്റെ യൗവനത്തിൽ എന്തു ചെയ്തു? ഞാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ആയിരുന്നു അള്ളാഹ് എന്ന് പറഞ്ഞാൽ റാത്താവൂല. മുസ്ലിം ലീഗിലെ MSF സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, റാത്താവൂല. നീ അള്ളാഹുവിന് വേണ്ടി, അതായത് നന്മയുടെ മാർഗത്തിൽ എന്തു ചെയ്തു? പലതും നിങ്ങൾ പറയും. എന്ത്? ഞങ്ങൾ ഒരുപാട് പാലിയേറ്റീവ് കെയർ സെന്റർ നടത്തി. അത് മതിയോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വചനവും അള്ളാഹുവിൻ്റെ മഹാവാക്യങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. അത് ജീവിച്ചും പറഞ്ഞും കാണിച്ചു റസൂൽ. അതാണ് ഹദിയ. ആ പറഞ്ഞ കൂട്ടത്തിൽ റസൂൽ പറഞ്ഞത് നിങ്ങൾ അറിയുമോ? ഞാൻ മുജാഹിദ് പ്രസ്ഥാനവുമായി ഏറ്റവും അടുത്ത് വരാൻ ഒരു കാരണം അതാണ്. എൻ്റെ ഇസ്ലാമിക ഗ്രന്ഥ പാരായണ പ്രചോദനം നൽകിയ സംഭവമാണ്. ഹുസൈൻ മടവൂർ സാഹിബ് എൻ്റെ അബീബായ നേതാവാണ്. പിലാത്തറ വെച്ച് KNM ഒരു സമ്മേളനം കഴിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പോയിരുന്നു അവിടെ. ഹുസൈൻ മടവൂർ വിളിച്ചിട്ട് ആ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകന്റെ പേര് ഓർമ്മയുണ്ടോ? ഇല്ല. ബിലാൽ ഫിലിപ്പ്. അദ്ദേഹം ആരായിരുന്നു അറിയാമോ? ഫിലിപ്പ് എന്നൊരു ഡോക്ടറേറ്റ് ഉള്ള ക്രിസ്ത്യാനി ഇസ്ലാമായതാ ബിലാൽ ഫിലിപ്പ്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ആലു ഇമ്രാന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുള്ള ഒരു സമുദായം നിങ്ങളാൽ ഉണ്ടാകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹിത വചനങ്ങളായ ആയത്തുകളും മുത്ത് മുഹമ്മദ് മുസ്തഫ തിരുമേനിയുടെ വചന സംഹിതയും കർമ്മവേദിയുമായ അഥവാ കർമാഹ്വാനവുമായ കർമ്മശീലവുമായ ഹദീസുകളെയും മുറുകെ പിടിച്ചുകൊണ്ട്, അല്ലയോ ഇസ്ലാം സമൂഹമേ, മുന്നോട്ട് പോകാൻ ഞാൻ നിന്നോട് ആഹ്വാനം ചെയ്യുന്നു. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് നിങ്ങളെല്ലാവരും അംഗീകരിച്ചു. പക്ഷേ നിങ്ങൾ നന്മ കൽപ്പിക്കുന്നേ ഉള്ളൂ, തിന്മ വിരോധിക്കുന്നില്ല. ഉണ്ടോ? വിരോധിക്കുക എന്ന് പറഞ്ഞാൽ വിശേഷേണ രോധിക്കുക, പ്രത്യേക തരത്തിൽ തടയുക. അതിന് റസൂൽ മറ്റൊരു മറുപടി പറഞ്ഞു, മറ്റൊരു ഘട്ടങ്ങൾ പറഞ്ഞു, മറ്റൊരു അനുശാസനം നൽകി. തിന്മകളെ കൈകൊണ്ട് ചെറുക്കുക. കള്ളിച്ചാപ്പുകളും ബാറുകളും അടിച്ചുടയ്ക്കാനല്ല പറഞ്ഞത്. അതിന് ഇൽമില്ലാത്തവർ, അതിന് ദീനിന്റെ പവറില്ലാത്തവർ വാക്കുകൊണ്ട് തടയുക. അതിനും കൊള്ളരുതാത്തവർ, കഴിവില്ലാത്തവർ, ഇൽമിന്റെ ബലമില്ലാത്തവർ മനസ്സുകൊണ്ട് വെറുക്കുക. മനസ്സുകൊണ്ട് വെറുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരോട് പറയാറുണ്ട്, മാഷേ ഞാൾ നിങ്ങളെ കൂടെയല്ലേ? ഞാൻ ചോദിച്ചു, എന്ത് കൂടെ? അല്ല, ഞാൾ അതിനെതിരല്ലേ? ഞാൻ പറയും, ഒരുപാട് പെണ്ണുങ്ങൾ എതിരല്ലേ? നിങ്ങളിങ്ങനെ എതിരെന്ന് പറഞ്ഞ എന്ത് കാര്യമാണ്?
ഒന്നും ചെയ്യുന്നില്ല. തീരെ ഇസ്ലാം ചെയ്യുന്നില്ല എന്നല്ല, ഇസ്ലാം വേണ്ട പോലെ ചെയ്യുന്നില്ല. ഇന്ത്യയിലെ 55 മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ പ്രമുഖമാണ് മലപ്പുറം. അതുകൊണ്ട് മലപ്പുറമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഖുർആൻ വായിക്കപ്പെടുന്ന ജില്ല. ഖുർആൻ എന്ന വാക്കിന് ഫുർഖാൻ എന്നുള്ളതിന് പുറത്ത് വായിക്കപ്പെടുന്നത് എന്നൊരർത്ഥമുണ്ട്, ബീയിങ് റെഡ്. ആ പുസ്തകം വായിക്കുന്നവരോട് ചോദിക്കട്ടെ, ഞാൻ മുസ്ലിം ഖുർആൻ പ്രഭാഷണത്തിലൊക്കെ പോയ ഒരു കാര്യം പറയാറുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞത് ഒരു മീറ്ററാണ്, അളന്ന് നോക്കുന്ന ഒരു മീറ്റർ. പാലിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കുക ലാക്ടോമീറ്റർ വെച്ചിട്ടാ, മഴ എത്ര പെയ്തു എന്ന് നോക്കുക റെയിൻ ഗേജ് നോക്കിയിട്ടാണ്, പനി അളക്കുക തെർമോമീറ്റർ വെച്ചിട്ടാണ്. അങ്ങനെ ഖുർആന് ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ദീനോമീറ്റർ. ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാവർക്കും മീറ്റർ വെച്ച് നോക്കുക, അല്ലാഹുവേ ഞാൻ എത്രമാത്രം ദീനിയാണ് ഇന്ന്, അതുകൊണ്ട് ആ ദീനോമീറ്റർ എന്ന് പേര് കൊടുത്ത്. അങ്ങനെ എത്രയാൾ നോക്കുന്നു ഞാൻ ചോദിക്കുന്നില്ല. നേരത്തെ ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു പ്രസംഗം കേട്ടു, 5 നേരവും നമസ്കരിക്കുന്നവരാണ് ഇസ്ലാം. മക്കൾ, 5 നേരവും നമസ്കരിക്കുന്നവരാണ് ഇസ്ലാം എന്നുള്ളതിന് ഞാൻ ഓർമ്മയിൽ വെക്കാൻ ഒരു സൂത്രവാക്യം പറഞ്ഞു തരാം. നിസ്കാരത്തിൻ്റെ 5 സമയത്തെ പേരുകളുടെ ആദ്യത്തെ ഇംഗ്ലീഷ് അക്ഷരം. രാത്രി നിസ്കരിച്ച് കിടക്കുന്നു, ഇശാ ഐ. പിറ്റേന്ന് നേരം പറഞ്ഞ് നിസ്കരിക്കുന്നു, സുബൈ ഐ എസ്. ഉച്ചയ്ക്ക് നിസ്കരിക്കുന്നു, ലഹർ ഐ എസ് എൽ. പൈറ്റടിപ്പൂ വിടരുമ്പോൾ നിസ്കരിക്കുന്നു, ഐ എസ് എൽ എ അസർ. അവസാനം നിസ്കരിക്കുന്നു, യം മഗരീബ്, ഐ എസ് എൽ എ എം ഇസ്ലാം. നിസ്കരിച്ചില്ലെങ്കിൽ മുസ്ലിം ആകാം, നിസ്കരിച്ചില്ലെങ്കിൽ ഇസ്ലാം ആവുകയില്ല. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവർ എന്നാണ്. അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞതനുസരിക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ശീലിക്കണം. മുസ്ലിം കുട്ടികളോട് ഞാൻ പറയട്ടെ, നേരത്തെ എൻ്റെ ഫൈസൽ ബാബു പറഞ്ഞു, രക്ഷിതാക്കൾക്ക് സാധിക്കണം മക്കളെ നന്മയിലേക്ക് കൊണ്ടുപോകാം. എന്നൊരു ചൊല്ലുണ്ട്, അത് ആയത്ത് ഹദീസൊന്നുമല്ല, അത് അറബിയിലുള്ളൊരു പഴഞ്ചൊല്ല. നേതാക്കൾ എങ്ങനെ ഇരിക്കുക അങ്ങനെയാണ് അനുയായികൾ. ഉമ്മബാപ്പമാർ അച്ഛനമ്മമാർ എങ്ങനെയാണോ അങ്ങനെയാ മക്കൾ. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ നല്ല ഉദാഹരണം കാണുന്നത് വാട്സപ്പും ഫേസ്ബുക്കും റീൽസും ഒക്കെയാണ്. ഉമ്മ എത്ര നോക്കുന്നോ അതുപോലെ മക്കളും നോക്കുന്നു, ഉപ്പ എത്ര നോക്കുന്നോ അതുപോലെ മക്കളും നോക്കുന്നു. ഉമ്മ പാതരക്ക് എണീറ്റ് നോക്കുന്നോ മക്കളും പാതരക്ക് എണീക്കുന്നു. വന്നസ്സു അലാദീനി മില്ലുത്തിഹിം. ഇനി ഈ മൊബൈൽ ഫോൺ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുമോ? ഇല്ല, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് എങ്ങനെ അതിനൊന്ന് ഉപയോഗിക്കാൻ പറ്റും? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ആത്മബന്ധുക്കളെ, ഈ മൊബൈൽ ഫോണിലൂടെ ലോകത്തിൻ്റെ എല്ലാ വിവരവും നമുക്ക് കിട്ടുന്നു. കടലിൻ്റെ അടിയിൽ എങ്ങനെ എണ്ണ കുഴിച്ചെടുക്കുന്നത്, എങ്ങനെയാണ് ഉപഗ്രഹം പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു കള്ളൻ വീട് തുറക്കുന്നത്, എങ്ങനെയാണ് ഡോക്ടർ രോഗിയെ മയക്കിക്കിടത്തി നമ്മളുടെ കിഡ്നി കക്കുന്നത്, എങ്ങനെയാണ് നല്ല മക്കൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് മനുഷ്യൻ മോശമാകുന്നത്, എല്ലാ വിവരങ്ങളും. എങ്ങനെയാണ് ചോറ് വെക്കുന്നത്, ഇപ്പം ചോറ് വെക്കുന്നതൊക്കെ വാട്സപ്പ് നോക്കിയിട്ട് വെക്കല്ലേ, കറിയൊക്കെ ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണോ എല്ലാം ഉണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനൊരു സൂത്രം പറഞ്ഞു വാട്സപ്പ് നോക്കുന്നതിനും. റസൂലിൻ്റെ കാലത്ത് വാട്സപ്പ് ഉണ്ടോ, മൊബൈൽ ഫോൺ ഉണ്ടോ? അല്ല. റസൂൽ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുവേ പ്രയോജനമില്ലാത്ത വിവരങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചു തരണമേ. അതുകൊണ്ട് മക്കളെ, പ്രയോജനമില്ലാത്ത വിവരങ്ങൾ ഒന്നും നോക്കി നേരം പോക്കേണ്ടതില്ല. പ്രയോജനമുള്ള ആധുനികമായ പൗരാണികമായ വിവരങ്ങൾ ആർജിക്കാൻ ഈ സാധനം ഉപയോഗിക്കുക. അതിന് ഉമ്മബാപ്പമാർ മാതൃകയാകുക. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ നോക്കണമോ, മക്കൾക്കൊരു ടൈം ടേബിൾ വെക്കുക, അതിൻ്റെ ഒപ്പുറം മോളെ നോക്കണ്ട, മോനെ നോക്കണ്ട. രക്ഷിതാക്കളോ എന്നാൽ ആരെങ്കിലും പെട്ടെന്ന് വിളിച്ച് അറ്റൻഡ് ചെയ്യണ്ടേ? വേണ്ടെന്നല്ല. അതുകൊണ്ട് എനിക്കതിന് ലഹരിയുടെ കാര്യം ഒന്ന് പറയണ്ടേ. ഞങ്ങൾ ഇപ്പോൾ 503-ാമത്തെ ദിവസമാണ് മലപ്പുറം കലക്ട്രേറ്റ് ഗേറ്റിൽ ഒരു സമരം തുടരുന്നത്. ഞാനും എൻ്റെ ഭാര്യയും വീട് അടച്ചുപൂട്ടി മലപ്പുറത്ത് വന്നിരിക്കുക, ഒരു വാടക വീട്ടിൽ താമസിക്കുക. ഞങ്ങൾ രണ്ടുമല്ല, മലപ്പുറത്തെയും പുറത്തുള്ളവരുമായ ഒരുപാട് സജ്ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്.
ചങ്ങരംകുളത്തുനിന്ന് ഞാനിങ്ങനെ നിലവിളിച്ചുകൊണ്ട് മുജീബ് കുറച്ച് 4-5 ആളുമായിട്ട് വന്നിട്ടുണ്ട്. അതുപോരാ, ചങ്ങരംകുളം ഈ ജില്ലയുടെ ഏറ്റവും അറ്റത്തുള്ള പ്രദേശമാണ്. എനിക്കൊരുപാട് ബന്ധം ഈ ചങ്ങരംകുളത്തുണ്ട്. ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടെ. എനിക്ക് ഒരുപാട് സംഭാവന തന്നിട്ടുണ്ട്. നിങ്ങളോട് പറയട്ടെ, ഞങ്ങളുടെ സമരത്തിന് മിനിഞ്ഞാന്ന് 500-ാം ദിവസമാണ്. 60,000 രൂപ ചെലവുണ്ട്. ഞങ്ങൾ ആരും പൈസ പിരിഞ്ഞ് കിട്ടിയിട്ടില്ല. അതിലെടുക്കാൻ പറ്റുന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, വക്കീലുണ്ട്, ഞങ്ങളൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ തരണം. നിങ്ങൾ തരണം എന്നുള്ള ഓശാരത്തിനും മുനാശയ്ക്കും തരേണ്ടതല്ല, അത് നിങ്ങളുടെ ബാധ്യതയാണ്. ഖുർആൻ പറയുന്നു, ജിഹാദിൽ ഇടപെടുന്നവർക്ക് സക്കാത്തിന് അർഹതയുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. എന്താണ് ധർമ്മം എന്നുള്ളതിൻ്റെ അറബിക് പദം? അത് ദീനാണ്. ദീൻ മാത്രമാണ് ധർമ്മം. എന്താണ് ഇവിടെ നിങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനം, വിദ്യാലയമാണിത്. വിദ്യ എന്ന വാക്കിൻ്റെ അർത്ഥം എത്ര പേർ മനസ്സിലാക്കി? വിദ്യം എന്ന വാക്ക് ഭാരതീയത ആണ്. വിദ്യ, അതിൻ്റെ അർത്ഥം കേട്ടോളൂ. വേദ്യം യയാ വേദ്യതേ സ വിദ്യ. അറിയേണ്ടതെന്തോ അതറിയുക, അതാണ് വിദ്യ. ഖുർആൻ A-കോളം B-കോളം വരഞ്ഞിട്ട് പഠിപ്പിച്ചിരിക്കുന്നു. അറിയേണ്ടത് എന്താണ്? അറിയേണ്ടത് ഒറ്റ കാര്യമാണ്: എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്. വിധിക്കപ്പെട്ടതും വിലക്കപ്പെട്ടതും. വിധിക്കപ്പെട്ടതൊക്കെ ചെയ്യുക, വിലക്കപ്പെട്ടതൊന്നും ചെയ്യാതിരിക്കുക. അതാണ് ധർമ്മം. അങ്ങനത്തവനാണ് ദീനി. അയ്യോ, അയാൾ വലിയ ദീനി, അയാൾ പാലിയേറ്റീവ് കെയറിന് 50 ലക്ഷം കൊടുത്തിട്ടുണ്ട്, അയാൾ പാവങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി 10 ലക്ഷം അതുമാത്രമല്ല ദീനി. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, നമ്മുടെ ജീവിതം കൊണ്ട് അന്യർക്കൊരു ഉപദ്രവവും വരരുത്, അതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചോളൂ. രണ്ടാമത്, നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമാകരുത്. ഇത് രണ്ടുമാണ്. ഇത് ഉമ്മ ബാപ്പമാർ, മാതാപിതാക്കൾ അവരുടെ ജീവിത നിഷ്ഠയിലൂടെ മക്കളെ പഠിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതൻ നേരത്തെ പറഞ്ഞല്ലോ, കുഞ്ഞീഷന്മാർക്ക് മദ്യം മാത്രമേ ഉള്ളൂ. അല്ല, ഈ മദ്യേതര ലഹരി പദാർത്ഥങ്ങൾ നമ്മളെ മക്കളെ എങ്ങനെ രക്ഷിക്കണം? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. 1982 ഞങ്ങൾ തലശ്ശേരിയിൽ നിന്നൊരു പദയാത്ര തിരുവനന്തപുരത്തേക്ക് പോയി. അന്ന് കരുണാകരൻ മുഖ്യമന്ത്രി, CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയുമാണ്. ഞങ്ങളുടെ നിവേദനത്തിൽ പ്രധാനം മദ്യത്തിനും മറ്റ് ലഹരികൾക്കുമെതിരെയുള്ള പാഠഭാഗങ്ങൾ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന്. പാഠപുസ്തകങ്ങളിൽ CH മുഹമ്മദ് കോയ ഇൻഷാ അല്ലാ എന്നും പറഞ്ഞു, കരുണാകരൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവരുടെ 2 മക്കൾ മന്ത്രിമാരായി, ഇതുവരെ പാഠപുസ്തകത്തിലില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളിലുള്ള എല്ലാ നന്മകളും നമ്മൾ ആർജിച്ചത് ഭൂരിപക്ഷവും വിദ്യാലയങ്ങളിൽ നിന്നാണ്. എത്ര രക്ഷിതാക്കൾക്ക് നിത്യേന മക്കളെ കീശ തപ്പി നോക്കാനും ബാഗ് തപ്പി നോക്കാനും സാധിക്കും? എത്ര രക്ഷിതാക്കൾക്ക് മക്കളെ നിത്യേന ഉപദേശിക്കാൻ സാധിക്കും? എത്ര രക്ഷിതാക്കൾക്ക് മക്കളെ നിത്യേന ഫോൺ ചെയ്തിട്ട് അത് വേണ്ട ഇത് വേണ്ട മോനെ മോളെ എന്ന് പറയാൻ സാധിക്കും? അതുകൊണ്ട് പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം. ഈ വിദ്യാഭ്യാസ സമ്മേളനത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, വിദ്യാർത്ഥി ഇളം തലമുറ ലഹരിയിൽ പെട്ടുപോകാതിരിക്കാൻ പാഠപുസ്തകങ്ങൾ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണമെന്ന് നിങ്ങൾക്കൊരു പ്രമേയം പാസ്സാക്കാൻ സാധിക്കുമോ? അതൊരു മഹാസംഭവമായിരിക്കും, ഒരു വിദ്യാലയത്തിൻ്റെ വാർഷികമായതുകൊണ്ട്. അങ്ങനെ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കണം. അങ്ങനെ പാഠപുസ്തകങ്ങൾ ലഹരിക്കെതിരെ ഭാഗങ്ങളുണ്ടെങ്കിൽ 3 ഗുണമുണ്ട്. 3 ഡൈമെൻഷനൽ ഇഫക്റ്റ്. ഒന്ന്, വീട്ടിൽ നിന്ന് മക്കൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ലഹരി ഉപയോഗിക്കുന്ന അച്ഛനും ബാപ്പയ്ക്കൊക്കെ ഒരു അലമ്പ് തോന്നും, ഒരു ജാള്യത. എൻ്റെ മോൻ ഇത് വായിക്കുന്നു, മോൾ ഇത് വായിക്കുന്നു, ഞാൻ നിത്യേന കുടിച്ചു വരുന്നു. പിന്നെ മദ്യപിച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപകനൊരു വെല്ലുവിളി തോന്നും. ഒരുപാട് മാഷന്മാരിപ്പോൾ കുടിയന്മാരുണ്ട്, വലിക്കുന്നവരുണ്ട്, ചമയ്ക്കുന്നവരുണ്ട്. ഒരുപാട് മാഷന്മാർ ടൂറിന് പോയിട്ട് കുട്ടികളെയും കൊണ്ട് മാഹിയിലൂടെ വരുമ്പോൾ അവിടെ നിർത്തിയിട്ട് ആദായ വിലയ്ക്ക് വാങ്ങി മക്കളെ ബാഗിൽ സൂക്ഷിക്കുന്നുണ്ട്. എക്സൈസുകാർ പിടിക്കാതിരിക്കുക. ഒരിക്കൽ പുറത്തായില്ലേ? പിന്നെ ചെറുപ്പം ഈ നല്ല കാര്യങ്ങൾ പഠിച്ച് 10ാം ക്ലാസ്സും +2ഉം കോളേജും ഒക്കെ കഴിയുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിൽ ലഹരിക്കെതിരെ വലിയ ചിന്ത വളരും. ഇതാണ് സർക്കാരിനൊരു കാപ്പൈസ ചെലവില്ല.
ഓരോ LP ക്ലാസ് മുതൽ ഓരോ പുസ്തകത്തിലും ഈ ലഹരിക്കെതിരെ ഭാഗം ചേർക്കുക. അങ്ങനെ വരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതല്ലാതെ മദ്യത്തെ ഈ കഞ്ചാവിനും മറ്റേ തിന്മകൾക്കുമെതിരെ ഞങ്ങൾ എന്ത് ചെയ്യണം? യൂസഫ് അലി പറയൂ. ഞങ്ങൾക്ക് നിങ്ങളെ ഓരോ വീട്ടിലും വന്ന് മക്കളെ വിളിച്ച് ഉപദേശിക്കാൻ സാധിക്കുമോ? സർക്കാരിനോടാണ് ഇതൊക്കെ പറയേണ്ടത്. സർക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് പാലിയേറ്റീവ് കെയറുകാർ. സർക്കാർ ആസ്പത്രികൾ ഉണ്ടാക്കണം, രോഗികൾ, അതൊക്കെ പാലിയേറ്റീവ് കെയർ ഏറ്റെടുത്തിരിക്കും. ആ സർക്കാർ പരമാവധി കുടിപ്പിച്ചും വലിപ്പിച്ചും ആളുകൾ രോഗികളാക്കുന്നു. ആ രോഗികളെയും പാലിയേറ്റീവ് കെയറുകാർ രക്ഷിക്കുന്നു. ഇപ്പൊ സർക്കാരിന് ആരും പേടിക്കാനാ? പിന്നെ ഒരു ചോദ്യം എന്നോട് നടത്താൻ, ഞങ്ങൾ 2 ബാർ സമരങ്ങളെ കത്തിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ ഇവിടെ 26, നിങ്ങൾ ആലോചിക്കണം, ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോൾ 29 ബാറുകളാണ് കേരളത്തിൽ. LDF അധികാരം കിട്ടിയാൽ മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചു കൊണ്ടുവന്ന് ലഹരിമുക്തമായ ഒരു നാടുണ്ടാക്കുമെന്ന് 2016-ലും 21-ലും പ്രകടന പത്രികയിൽ ഉറപ്പ് തന്നവരാണ് കേരളം ഭരിക്കുന്നത്. ഉമ്മൻചാണ്ടി പോകുമ്പോൾ 29 5 സ്റ്റാർ ബാറുകളാണ് കേരളത്തിലുള്ളത്. 29 മാത്രം. ഇപ്പോൾ 846 എന്ന് ഗവൺമെന്റ് പറയുന്നു, 932 എന്ന് ഞങ്ങൾ കണക്ക് കൊടുക്കുന്നു. ഈ മലപ്പുറം ജില്ലയിൽ, ഇന്ത്യയിൽ ഏറ്റവും അധികം ഖുർആൻ വായിക്കപ്പെടുന്ന ജില്ലയിൽ, ഉമ്മൻചാണ്ടി പോകുമ്പോൾ ഒറ്റ ബാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 26 ബാറുകളുണ്ട്. 2ാമത്തെ ബാർ വരുമ്പോൾ, 3ാമത്തത് ബാർ വരുമ്പോൾ, 4ാമത്തത് 5ാമത്തത് 25 വരുമ്പോൾ, 26 വരുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പോലും അരുത് എന്നൊരു വാക്കുണ്ടായില്ല. 27ാമത്തത് തലക്കാടും 28ാമത്തത് പൂരപ്പുഴയിലും വരുന്നു. ഇൻഷാ അല്ലാഹ് 40 ബാർ തികയ്ക്കണം മലപ്പുറത്ത് എന്നാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. എന്ത് പറയുന്നു നിങ്ങൾ? നിങ്ങൾക്കത് അതിനെതിരെ പറയാൻ ധൈര്യമുണ്ടോ? ഇതരുത്. ഇത് ഞങ്ങൾ തലക്കാട് പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ്. കുടിക്കരുത് എന്ന് ബോധ്യമുള്ളവരെ കൊണ്ട് പോലും കുടിപ്പിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. അല്ലെന്നാർക്കെയും പറയാനുണ്ടോ? അത് അരുത് എന്ന് പറയാൻ കൈകൾ പൊന്തണം. അതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കൈകൊണ്ട് തടയുക. അടച്ചുപൂട്ടു, മദ്യക്കൊലേറ അടച്ചുപൂട്ടു. അടച്ചുപൂട്ടാൻ മടി കാണിച്ചാൽ അടച്ചു ജനങ്ങൾ പൂട്ടിക്കും. അങ്ങനെ പറയാൻ സാധിക്കും. അതിന് ജാഥ നടത്തണം. മിനിഞ്ഞാന്ന് ഞങ്ങളുടെ 500ാം ദിവസം പന്തലിൽ കുറെ മുസ്ലിം നേതാക്കൾ വന്ന് പ്രസംഗിച്ചു. ഞാൻ അധ്യക്ഷനാണ്. ഒരാൾ പ്രസംഗം, ഈ പന്തൽ മുഴുവൻ മുസ്ലിങ്ങളെ കൊണ്ട് നിറയേണ്ടതായിരുന്നു. വേറൊരാൾ പ്രസംഗിച്ചു, മുസ്ലിം സമൂഹം ഏറ്റെടുക്കേണ്ടതാണ് ഈ സമരം. വേറൊരാൾ പറഞ്ഞു, മുസ്ലിം സമൂഹം ഉണർന്നിരുന്നെങ്കിൽ ഇത്രയും ബാറുകൾ മലപ്പുറത്ത് വരില്ലായിരുന്നു. എനിക്കൊരു ധർമ്മരോഷം ഉണ്ടായി ഇത് കേട്ടപ്പോൾ. നമ്മൾ പറയണ്ടേ, കുലുൽ ഹക്ക് വായിൻ ഖാന മുറാന്നല്ലേ? ഏത് സുൽത്താന്റെ മുമ്പിലായാലും സത്യം പറയണ്ടേ? ഞാൻ പറഞ്ഞു, എൻ്റെ സ്നേഹിതന്മാരെ, ആത്മബന്ധുക്കളെ, നിങ്ങൾ മുസ്ലിം നേതാക്കൾ പറയുന്നു ഇവിടെ ഈ പന്തൽ മുസ്ലിം കൊണ്ട് നിറയണം, ഈ സമരം മുസ്ലിം ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ? നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ഒരു ഫത്വ ഇറക്ക്, മുഴുവൻ മുജാഹിദുകൾ ഈ തിന്മയ്ക്കെതിരെ രംഗത്ത് വരണം. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും 2 സുന്നിയും നേതാക്കളോട് പറ, മുഴുവൻ മുസ്ലിങ്ങൾ ഈ രംഗത്ത് വരണം. അത് അവിടെ പറയാണ്ട് നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ഇവിടെ പറയുന്നു. എനിക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിന് വളരെ മുൻതൂക്കമുള്ളൊരു പ്രദേശമാണ്. അത് വിസ്ഡമോ മർക്കസ്തുവയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും കൂടിയ വലിയ പിന്തുണയുള്ള പ്രദേശമാണ്, പിൻബലമുള്ള പ്രദേശമാണ്. നിങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. സാധിക്കാത്തതിൻ്റെ കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ലോകാവസാനത്തിന്റെ തെളിവെന്താണ് തിരുമേനി? ഒരു ഭക്തൻ ചോദിച്ചു. അത് ഞാൻ എങ്ങനെ പറയാൻ? അള്ളാഹുവിൻ്റെ കുദറത്തനുസരിച്ച് നടക്കുന്ന കാര്യമല്ലേ? എന്നാലും ഒരു സൂചന, മുത്ത് മുഹമ്മദ് മുസ്തഫ തിരുമേനി പറഞ്ഞു, ലോക അവസാനിക്കാറാകുമ്പോൾ ആളുകളിൽ വഹിന് പിടിപെടും. എന്താണ് തിരുമേനി വഹിന്? വഹിന് എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് പേടി കൂടും, ജീവിക്കാനുള്ള ആർത്തി കൂടും എന്ന് പറഞ്ഞാൽ ദീനിനേക്കാൾ വലുത് ദുനിയാവായി തോന്നുമെന്ന മറ്റൊരു ഭാഷയിൽ പറഞ്ഞു. പിന്നെ ഒരു തെളിവ് ഞാൻ പറയാം. ദേവാലയങ്ങൾ, പ്രാർത്ഥനാലയങ്ങളൊക്കെ ആകാശത്തോളം ഉയരും, പക്ഷേ അതിൻ്റെ അടിയിൽ വിശ്വാസികൾ കുറഞ്ഞു വരും. നിങ്ങൾ തീരുമാനിച്ചോളൂ.
യുവജന സമ്മേളനത്തിന് ഇത്ര കുട്ടികളെ വന്നു എന്നുള്ളത് പരിതപിക്കുമ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ജുമാക്കും ചെറുപ്പക്കാർ കുറയും. 40 തികഞ്ഞില്ലേ, നിങ്ങളെന്താക്കും? 2 മഹൽ ഒന്നാക്കേണ്ടി വരും. അതാണ് സംഭവം. ഇതൊക്കെ ഞാനൊരു സൂചന പറയുകയാണ്. ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ലോകാവസാനത്തിലെ തെളിവായി മലകളൊക്കെ പറന്നു തുടങ്ങും. മലകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആണിക്കല്ല. മലകൾ പറക്കുന്നത് നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എൻ്റെ മുമ്പിലൂടെ വലിയ 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 വണ്ടിയില്ലേ, ടോറസ്, ആ വണ്ടിയിലൊക്കെ വലിയ ആന പോലെയുള്ള മലയുടെ കല്ലുകൾ എടുത്തു വെച്ച് പറക്കുക ലോറി. അത് വേറൊരിടത്തേക്ക് കൊണ്ടുവച്ച് പൊട്ടിക്കുക, മെറ്റലാക്കുക. അതാ റസൂൽ പറഞ്ഞ മലകൾ പറക്കും. മലകൾ പറക്കട്ടെ, നമുക്ക് കാണാം. അവസാനം മല മണ്ണിൻ്റെ അടിയിലാകും, ഈ നമ്മളുടെ വയനാട്ടിൽ ദുരന്തം പോലെ. അതുകൊണ്ട് ഇവിടെ നേരത്തെ ഇഖ്ലാസിനെ കുറിച്ച് ഒരു ഉസ്താദ് പറയുന്നു കിട്ടും. കുഞ്ഞുമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇഖ്ലാസ് അതിൻ്റെ അർത്ഥം പറഞ്ഞു. ആത്മാർത്ഥത. എൻ്റെ പിറകിലിരിക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് എന്താണ് ആത്മാർത്ഥത എന്ന് പറയാനാകുമോ? അത് വളരെ ആത്മാർത്ഥമായി ഞാൻ അവളെ സ്നേഹിച്ചു, ഞാൻ പറയുന്നതൊക്കെ ആത്മാർത്ഥമാണ്, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ ഇബാദത്തുകൾ നിർവഹിക്കാറ്. എന്താ ഈ ആത്മാർത്ഥം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? വെറുതെ അങ്ങ് പറയുന്നേ, ഈശ്വര നിഷേധികൾ പോലും പറയും ആത്മാർത്ഥമാണ്. ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ, ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, വിവാഹാവശ്യാർത്ഥം, ഉപരിപഠനാർത്ഥം, വ്യാവസായിക വികസനാർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി എന്നാണ്. ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ ആത്മാവിന് വേണ്ടി. ആത്മാവ് എന്താണെന്ന് ചോദ്യത്തിന് ഖുർആന്റെ ഉത്തരം അത് അള്ളാഹുവിൻ്റെ രഹസ്യമാണ് എന്നാണ്. ആത്മാവിന് നമ്മൾ സാധാരണയായി പറയുന്ന പേരാണ് റൂഹ്, നഫ്സ്. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എൻ്റെ റൂഹിന് വേണ്ടിയാണ്. അതിൻ്റെ അർത്ഥം അതങ്ങ് പോയാൽ ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. 2 ഖലീഫമാരോടൊരു ചോദ്യമുണ്ടായി, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി എന്ത് നീക്കി വെച്ചിരിക്കുന്നു? ഒരാൾ പറഞ്ഞു, ഞാൻ എൻ്റെ പകുതി എല്ലാം അള്ളാഹുവിന് വേണ്ടി നീക്കി വെച്ചു. മറ്റേ ആൾ പറഞ്ഞു, ഞാൻ എൻ്റെ മുഴുവനും അള്ളാഹുവിന് നീക്കി വെച്ചിരിക്കുന്നു. അള്ളാഹുവിന് എന്തിനാ? അള്ളാഹുവിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ നിങ്ങൾ പൈസ കൊടുക്കാൻ? അള്ളാഹുവിന് വേണ്ടി നീക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം നീക്കി വെച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ എന്താ നമുക്കിത് സാധിക്കാത്തത്? തിന്മകളെ ചെറുക്കാൻ അള്ളാഹുവിന് വേണ്ടി നീക്കി വെക്കുന്നത് കുറഞ്ഞു വരുന്നു. പിന്നെ ആർക്ക് വേണ്ടി നീക്കി വെക്കുന്നു? പിന്നെ ഞാനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വേണ്ടി നീക്കി വെക്കുന്നു. അവിടെയാണ് ഒരായത്ത് അവതീർണമായത്. അതൊരു മക്കീ സൂറത്താണ്. നീ നിന്റെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം നിന്റെ മുതലും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ നീ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. ഞാനും എൻ്റെ ഭാര്യയും നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല. ഞങ്ങൾക്ക് ഇനി ഒരു മുതലും വേണ്ട, ഞങ്ങളെ മക്കളൊക്കെ നേരത്തെ തന്നെ ദൈവം നല്ല വഴിയിലേക്ക് എത്തിച്ചു. അതുപോലെ നിങ്ങൾക്ക് പറയാൻ കഴിയും, അല്ലാഹുവേ, ഞാൻ ഇനി എൻ്റെ ജീവിതം 10-60 വയസ്സായാലോടാണ് ഞാൻ ചോദിക്കുന്നത്. ജീവിതത്തിൻ്റെ പൂതിയൊക്കെ മാറിയവരോട്, ചെറിയ കുട്ടികളൊന്നും അത് വേണ്ട, ചെറിയ ഭാര്യമാരും അത് വേണ്ട. 10-60 വയസ്സായി ജീവിതത്തിൻ്റെ ആർത്തിയൊക്കെ മതിയാവില്ല. ഇനി പൈസയ്ക്ക് എനിക്ക് ആർത്തിയില്ല, ഇനി ഞാൻ ദീനിയുടെ മാർഗത്തിൽ പോകാൻ എന്താ? വെറും പാലിയേറ്റീവ് കെയർ പോരാ, തിന്മയെ കൈകൊണ്ട് ചെറുക്കണം. ആ കൈകൊണ്ട് ചെറുക്കാനുള്ള സമരമാണ് ഞങ്ങളുടെ മലപ്പുറം സമരം. മലപ്പുറത്ത് ചില കുട്ടികൾ ചോദിക്കും, മുസ്ലിം കുട്ടികൾ, എന്തിനാ മാഷേ സമരം? ഞാൻ പറയും, മക്കളെ, അത് ദീനിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ജിഹാദാണ്. ചില കുട്ടികൾക്ക് മനസ്സിലാകും. പണ്ടൊക്കെ ഞങ്ങളുടെ സമരപ്പന്തലിൻ്റെ അടുത്ത് ഒരു നോട്ടീസ് കെട്ടിവെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് 10-200 ആളുകൾ നോട്ടീസ് എടുത്തു പോകും. അവിടെ ഒരു സംഭാവന പെട്ടി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് 100, 200, 300, 400 റുപ്യൊക്കെ ഉണ്ടാവും. ഞങ്ങളെല്ലാം റേഷർ പിടിക്കും, ഇന്നത്തെ സംഭാവന എല്ലാം റേഷർ പിടിക്കും. ഇപ്പം നിങ്ങളറിയോ, നോട്ടീസ് വെച്ചാൽ 10 നോട്ടീസ് ആല പോകുന്നവർ എടുക്കില്ല. അന്നത്തേക്കാണ് ആളുകളുണ്ട്. സംഭാവനൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ശല്യായെന്നോ? അല്ല. ഇന്ന് ഞാൻ മുന്നിലൂടെ പോകുന്ന കുട്ടികളോട്, സ്കൂൾ കുട്ടികളോട്, കോളേജ് മക്കളോട്, മക്കളെ, ഇത് മദ്യത്തിനെതിരെയുള്ള സമരമാണ്, ഒരു നോട്ടീസ് എടുത്തോ. പിന്നെ ചില കുട്ടികൾ പരിഹസിക്കും, നീ ആരാടോ എന്നോട് നോട്ടീസ് എടുക്കാൻ പറയാം. അത് ആംഗ്യത്തിൽ അറിയാം. ചില കുട്ടികൾ, ഓ, ഇവൻ്റെ നോട്ടീസ്. എന്താ മക്കളൊന്നും എടുക്കാത്തത്? കുട്ടികളുടെ വേഷം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇവരേത് മതക്കാരാണെന്ന്. പലപ്പോഴും സ്ത്രീകളുടെ വേഷം കണ്ടാൽ അറിയാമല്ലോ ഇത് ഏത് മതക്കാരാണെന്ന്.
അങ്ങനെ അങ്ങ് പോവുക കുട്ടികൾ. ഞങ്ങൾക്കെന്നാലും ഒരു നിരാശയില്ല. ഞങ്ങൾ പറഞ്ഞത് രണ്ടും കൽപ്പിച്ചുള്ള സമരമാണ്. ഞങ്ങളുടെ നയരേഖ പുറത്തിറക്കിയിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ചുള്ള സമരമാണ്. സമൂഹം ഈ അള്ളാഹുവിൻ്റെ ഒരു കുതിരത്തുണ്ടാവും, സംശയിക്കണ്ട. അതിപ്പോൾ ഉണ്ടായി തുടങ്ങി. ഒന്നുകിൽ സർക്കാരിലുണ്ടാകും, അല്ലെങ്കിൽ സമൂഹത്തിൽ ദുരന്തമായി ഉണ്ടാകും, അല്ലെങ്കിൽ സത്യാഗ്രഹികളായി ഞങ്ങൾക്കൊരു അന്ത്യം സംഭവിക്കും. ഉറപ്പല്ലേ? ഞങ്ങൾ ആരെങ്കിലും പ്രധാന സത്യാഗ്രഹികൾ മരിച്ചു പോയാൽ സത്യാഗ്രഹം ഉണ്ടാവില്ല അവിടെ. രണ്ടാലൊന്ന്. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ചുള്ള സമരം, ഡു ഓർ ഡൈ. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ മന്ത്രിമാരിലും. പക്ഷേ എന്നോടിപ്പം എനിക്ക് തോന്നുന്നു യൂസഫലിയ ചോദിച്ചത്, എന്താണ് നിങ്ങൾ സമരത്തിൻ്റെ ഭാവി കാണുന്നത്? സമരത്തിൻ്റെ ഭാവി കാണുന്നത് സജ്ജനങ്ങൾ സംഘടിച്ച് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. സർക്കാരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സമ്മർദ്ദം വരുന്നു, സർക്കാരിൽ EK സുന്നിയുടെ ഒരു സമ്മർദ്ദം വരുന്നു, AP സുന്നിയുടെ സമ്മർദ്ദം വരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മർദ്ദം വരുന്നു. നിങ്ങൾ ചോദിക്കും, ഇതെന്താ മുസ്ലിങ്ങളെ മാത്രം പറയുന്നത്? മുസ്ലിങ്ങളെ മാത്രമേ പറയാനുള്ളൂ. എനിക്കൊരു വലിയ പ്രതീക്ഷ, മുസ്ലിങ്ങളോട് അവരുടെ മതപരമായ ധാർമ്മികത ഉണർത്തിയാൽ നല്ല പ്രതികരണമുണ്ടാകും. മറ്റ് ക്രിസ്ത്യാനികളിൽ ഉണ്ടാകുന്നില്ല. ഞങ്ങളുടെ മുമ്പിലും പിമ്പിലായിട്ട് 2 പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി. 2 പള്ളി ഞങ്ങൾക്ക് എതിരാ സമരത്തിന്. ഈസാ നബിയുടെ, മനസ്സിലായില്ലേ? പിന്നെ ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളിൽ അങ്ങനെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു പൗരോഹിത്യമില്ല, ഒരു മതധർമ്മം പാലിക്കുന്നവരില്ല. ഹിന്ദുക്കളുടെ ഏക ലക്ഷ്യം, ഹിന്ദുക്കളുടെ കുത്തക അവകാശപ്പെടുന്നവരുടെ ലക്ഷ്യം പരമാവധി ആളുകളെ ഹിന്ദുവിലേക്കാക്കുക, പരമാവധി ഹിന്ദു അല്ലാത്തവരെ ദ്രോഹിക്കുക എന്നുള്ളിടത്ത് എത്തിപ്പെട്ടിരിക്കുക. ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം ഹിംസന്തു യദേ, ഇത് ഹിന്ദു എന്ന ഹിംസയിൽ ദുഃഖിക്കുന്നവനാണ് ഹിന്ദു. ആ ഹിംസയിൽ ദുഃഖം തോന്നിയിട്ടാണ് ഞാൻ ഈ രംഗത്ത് വന്നത്. ഏറ്റവും അധികം ഹിംസ അനുഭവിക്കുന്ന സ്ത്രീവർഗമാണ്. അതിന് ഏറ്റവും കാരണം മദ്യം തൊട്ടുള്ള ലഹരികളാണ്. അതുകൊണ്ട് ആ തിന്മയെ എതിർക്കുന്നവനാണ് ഹിന്ദു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? 1-2 സന്യാസിമാരുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ സംവിധാനമില്ല. നിങ്ങളെന്ത് ഭാഗ്യവാന്മാരാണ് ഖുർആൻ കേൾക്കുന്ന കാര്യത്തിൽ. 52 കുത്തുബ കേൾക്കുന്നവരാണ് നിങ്ങൾ. വിശേഷിച്ച് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിലെ സ്ത്രീകളും. നിങ്ങളല്ലാത്ത പല വീട്ടുകളിലും മരിച്ചാലും ഖുർആൻ ഓതുകയാണ്. 3-4 വയത് പ്രസംഗങ്ങൾ കേൾക്കുന്നു, എത്ര ഉറൂസുകൾ കേൾക്കുന്നു, എത്ര നിങ്ങളുടെ വിഭിന്ന സംഘങ്ങൾ 2-3 സ്റ്റേജുകളിലായിട്ട് ചർച്ച നടത്തുന്നു. ഇത്രയൊക്കെ ഭാഗ്യമുള്ള ഒരു മതം ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഈ ഖുർആന്റെ കൽപ്പന പൂർണ്ണമായി സ്വീകരിക്കാൻ കഴിയുന്നില്ല? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഈ വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ വേണ്ട പോലെ പരിപാലിച്ചില്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഈ പുസ്തകം തട്ടിക്കൊണ്ടുപോകും. ഒരു കുഞ്ഞികൃഷ്ണനെ പോലുള്ളൂ. എൻ്റെ ഭാര്യ വെളിച്ചം പദ്ധതിയിൽ ഖുർആന്റെ പരീക്ഷ എഴുതിയിട്ട് 100-ൽ 100 മാർക്കും വാങ്ങി 10,000 രൂപ അവാർഡ് വാങ്ങിയോളാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഖുർആന്റെ ചർച്ച നടത്തുന്നവരാണ്. പക്ഷേ നിങ്ങളിൽ അങ്ങനെ ഒരു ചർച്ച മക്കളൊക്കെ നടത്തിയാൽ ഈ ജിഹാദ് നിങ്ങളെ മക്കളെ കിട്ടൂലേ? മലപ്പുറം സത്യാഗ്രഹത്തിൽ ഇവിടുത്തെ പോലെയല്ല. മലപ്പുറം സത്യാഗ്രഹത്തിൽ 25 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വരാറില്ല. മുതിർന്ന അന്ന് 953 ദിവസം മലപ്പുറം സമരം നടത്തി. പഞ്ചായത്തിൻ്റെ അധികാരം നായനാർ അട്ടിമറിച്ചത് അച്യുതാനന്ദൻ തിരിച്ചു തരണമെന്നും പറഞ്ഞിട്ട് അച്യുതാനന്ദൻ തിരിഞ്ഞു നോക്കിയില്ല. കുഞ്ഞാലിക്കുട്ടിയും VM സുധീറിനും ET മുഹമ്മദ് ബഷീർ ഇടപെട്ട് എന്നിട്ട് ഉറപ്പ് തന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നത് തരുമെന്ന്. ഞാൻ ചോദിച്ചു, എന്താണ് ET ഉറപ്പ്? അപ്പോൾ ET എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു പ്രകടന പത്രികയിൽ ചേർക്കണം. ET മുഹമ്മദ് ബഷീർ എന്നോട് പറഞ്ഞു, ഇയച്ചേരി എഴുതിക്കോളൂ. ഞാൻ എഴുതി കൊടുത്ത വാചകാണ് UDF പ്രകടന പത്രികയിൽ വന്നത്. പക്ഷേ മദ്യത്തിന് എതിർക്കുന്ന UDFന് ജനസ്വാധീനം ഉണ്ടാകുമെന്ന് ഭയന്ന് അന്നത്തെ മുഖ്യ പ്രതിപക്ഷം ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തുറക്കുക ബാറുകളല്ല സ്കൂളുകളാണ്. മലപ്പുറം ജില്ലയിൽ വേണ്ടത്ര സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് +2-ന് ആയിരക്കണക്കിൽ നിങ്ങൾ സമരത്തിന് ഇറങ്ങിയില്ലേ? തുറന്നതൊക്കെ 22 കഴിച്ചിട്ട് 25 ബാറുകളല്ലേ? പിന്നെ വരുമ്പോൾ നിങ്ങൾ അനങ്ങുന്നില്ലല്ലോ. ഇത് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമോ അനിഷ്ടമോ? നിങ്ങൾക്ക് അനിഷ്ടമുണ്ടായാൽ എനിക്ക് അതുമില്ല, അള്ളാഹുവിൻ്റെ പ്രീതി എനിക്കുണ്ടാവും. ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടാവുന്ന കാരണം നിങ്ങളെല്ലാവരും ചോദിക്കാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം കഴിഞ്ഞെന്ന് എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം.
ഇത്രയും അതിൻ്റെ ആമുഖമായിട്ടേ ഉള്ളൂ. മദ്യത്തിൻ്റെ മറ്റ് ലഹരികളുടെ തിന്മ എന്താണ്? മാതാപിതാക്കൾക്ക് മക്കളെ കിട്ടാൻ പോകുന്നില്ല. ഇന്നത്തെ വാട്സപ്പിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കണ്ടു ഞാൻ. ഒരു പെൺകുട്ടി നിമിത്തം 17 യുവാക്കൾ എയ്ഡ്സ് രോഗികളായി. കണ്ടോ നിങ്ങൾ? ഒരു പെൺകുട്ടിയിലൂടെ 17 ചെറുപ്പക്കാർ എയ്ഡ്സ് രോഗികളായി. പെൺകുട്ടിയുടെ ചിത്രമില്ല, പല പുരുഷന്മാരുടെ ചിത്രമുണ്ട്. അതിൻ്റെ അടിയിലൊരു സവിശേഷമായ കുറിപ്പുണ്ട്. ലഹരി സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാമെന്ന് പറയുന്ന, അതിന് പൈസ കൊടുക്കുന്ന ആരുടെയും കൂടെ കുട്ടി പോവുകയാണ്. അതെൻ്റെ മോളാകരുത് എന്ന് പ്രാർത്ഥിക്കാൻ എത്ര മാതാപിതാക്കളുണ്ട് ഇവിടെ. അതെൻ്റെ മോളാകരുത്, ആകുമോ എന്ന് പേടിക്കാൻ എത്ര മാതാപിതാക്കളുണ്ട്. അവർ രംഗത്തിറങ്ങണം. ഞങ്ങൾ പറയുന്നത്, അന്ന് നേടിത്തന്ന അധികാരം, ഉമ്മൻചാണ്ടിയെ അധികാരം തന്നു 2012 ഒക്ടോബർ അവസാനം. ആ അധികാരത്തെ KT ജലീൽ 2017 റംസാൻ കാലത്ത് ഒരു ഓർഡിനൻസിലൂടെ അട്ടിമറിച്ചു. അതിൻ്റെ ഫലമായി ഇവിടെ മദ്യഷാപ്പുകളും ബാറുകളും അതുപോലെ ബീർ വൈൻ പാർലറുകളും ഉണ്ടായി. ആരും ഞങ്ങളൊന്നൊരു തടയാൻ നോക്കി. ഞങ്ങൾ 30 ദിവസം മലപ്പുറം ജാഥ നടത്തി. ഞങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? ഞങ്ങൾ മുജാഹിദിനെ പോലെയോ അല്ലെങ്കിൽ തബ്ലീഗിൻ്റെ അത്ര പോലും ആളുകളില്ലാത്ത ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ചിരട്ടയിൽ വെച്ച് ഇത്തിലുകൊണ്ട് വിളമ്പുന്ന സംഘടനയാണ്. പക്ഷേ ഞങ്ങൾക്ക് താമരശ്ശേരി ഒരു ബാർ അടപ്പിക്കാൻ ഈ പറഞ്ഞ പോലെ ഞാനും ഭാര്യയും 4-5 പ്രവർത്തകരും വീട് വിട്ടിറങ്ങി. ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷനുള്ള ബാറാണ്. ആലോചിക്കണം. താമരശ്ശേരി DYSP ജെയ്സൺ അബ്രഹാം ക്യൂവിൽ വണ്ടി നിർത്തി കുടിപ്പിക്കുകയാണ്. അത് അടച്ചു പൂട്ടിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് നടന്നു. 5-ാമത്തെ മാസം 5-ാമത്തെ ദിവസം 7000 ആളുകൾ ആ സ്ഥാപനം പിക്കറ്റ് ചെയ്തു. അതിൽ സഹോദരിമാരെ, നമ്മളൊരു സമ്മതപത്രത്തിൽ ഒപ്പിടിച്ചതാണ്. ഹൈക്കോടതി പ്രൊട്ടക്ഷനുള്ള ബാർ നമ്മൾ പിക്കറ്റ് ചെയ്യുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യും, ജാമ്യമെടുക്കാതെ ജയിലിൽ കിടക്കും. 50 പർദ്ദധാരിണികളായ സ്ത്രീകൾ, എൻ്റെ ഭാര്യ സ്ത്രീകളെ സംഘടിപ്പിച്ചത് അവിടെ. അവർ വന്നു. അതിലൊരു ഗർഭിണി ഉണ്ടായിരുന്നു, ഷബിന. അവൾക്ക് 28 വയസ്സായിരുന്നു. ഞാൻ പത്മിനോട് പറഞ്ഞു, നീ ചെന്ന് ചോദിക്കുക എന്താ അവൾ ചെയ്യാൻ പോകുന്നത്. ജയിലിൽ കിടക്കാൻ പോവുകയാണ്. ജാമ്യത്തിന് ഇവളിറങ്ങിയാൽ ബാക്കിയെല്ലാവരും ഇറങ്ങും. ഷബിന എൻ്റെ ഭാര്യയോട് പറഞ്ഞത്, ടീച്ചറെ, ഞാൻ ജയിലിൽ പ്രസവിക്കും. എനിക്കുണ്ടാകുന്നത് ആണാണെങ്കിൽ അവൻ മദ്യം മണക്കാതെ വളരണം, പെണ്ണാണെങ്കിൽ ഒരു കുടിയൻ്റെ ഭാര്യയാകരുത്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ആ സമരം വിജയിച്ചു. ബാർ അടച്ചു പൂട്ടി. എൻ്റെ ഭാര്യയുടെയും പേരിൽ 6 പോലീസ് കേസുണ്ടായി കോടതിയിൽ. ഞങ്ങൾക്ക് ദുബായിൽ നിന്നൊരു ക്ഷണം വന്നു, ഒരു സ്വീകരണം. ഞങ്ങൾക്ക് പോകാൻ പ്രയാസമായി. അപ്പോൾ പാസ്പോർട്ട് ഓഫീസറോട് ഞാൻ രണ്ടും കൽപ്പിച്ച് നേരിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പാസ്പോർട്ട് ഓഫീസറൊന്നും കാണാൻ കിട്ടില്ല. അപ്പം ഞാൻ ഒരു കുറിപ്പ് കൊടുത്തു, ഇന്ന ആളാണ് ഇന്ന കാര്യം പറയുകയാണ്. അയാൾ വിളിപ്പിച്ചു. അയാൾ പറഞ്ഞു, പേടിക്കണ്ട, എല്ലാ നടപടിക്രമങ്ങളും വേഗം പൂർത്തിയാക്കാം, ഇന്ന് തന്നെ പോലീസിനെ വിടാം, നിങ്ങളുടെ പേര് കേസൊന്നും ഇല്ലല്ലോ, ഇന്ന കേസല്ലേ, അതൊന്നും സാരമല്ല, അത് പോലീസ് അത്ര മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഞങ്ങൾക്ക് പാസ്പോർട്ട് വരെ കിട്ടി. 1.5 ലക്ഷം ഉറുപ്പിയൊക്കെ ബാർ മുതലാളി എനിക്കും ഫാദർ വർഗീസ് മൊയ്ത്തേറ്റിന് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തു. ബാറിലൊരു അഗ്നിബാധയുണ്ടായി. 5 ലക്ഷം ഉറുപ്പിക ഞങ്ങൾക്ക് തരാൻ കോടതി വിധിച്ചു. ഞങ്ങൾ വാങ്ങിയില്ല. ഇതൊക്കെയാണ് ജിഹാദ്. ജിഹാദ് വാക്കുകൊണ്ട് നടക്കുന്നതല്ല, അത് ശരീരവും അതിന് ആത്മാവും അള്ളാഹുവിൻ്റെ തൗഫീഖുമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, ഇനിയൊരു ബാർ അനുവദിക്കില്ല മലപ്പുറം ജില്ലയിൽ. അതൊക്കെ വേണ്ടേ? ഞാൻ നിർത്തുകയാണ്. പറഞ്ഞ് ഇങ്ങനെ പോകും. അങ്ങനെ ആ ബാർ അടപ്പിച്ച് മടങ്ങി വന്ന് ഞങ്ങൾക്ക് സന്തോഷമായി. ഇപ്പോൾ തലക്കാട് ബാർ നടത്തുമ്പോൾ ചിലർ ചോദിച്ചു, ഇത് പൂട്ടുമോ? അവർ പൂട്ടുമെന്നല്ല, നിങ്ങൾക്ക് നെയ്യത്തുണ്ട്, ഇത് പൂട്ടും. അല്ലെ ഞങ്ങളെ കൊണ്ട് പൂട്ടൂല. നിങ്ങളോടൊരു കാര്യം കൂടി, കുഞ്ഞുമക്കൾ വരാൻ ഒരു കാര്യം കൂടി പറയട്ടെ. മാതാപിതാക്കൾ മക്കളോടൊപ്പം മദ്യേതര ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം. എൻ്റെ ഉമ്മ, എൻ്റെ ബാപ്പ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ ഇമാതിരി കാര്യങ്ങൾക്കാണ് പോകുന്നത്. ഇതാണ് ഇബാദത്ത്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പറ്റുന്നവർ, എനിക്ക് മലപ്പുറത്ത് ഇവിടെ വരാനുള്ള ദൂരമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇവിടുന്ന് മലപ്പുറത്ത് വരാൻ റെഡിയല്ലേ? അവിടെ പറ്റുന്നവർ മലപ്പുറം നമ്മുടെ സത്യാഗ്രഹ പന്തൽ വന്നിട്ട് 2-3 മണിക്കൂർ ഇരിക്കണം. അവിടെ നമ്മൾ നടത്തുന്നത് ഒരു ഇത്തിക്കാഫാണ്, പ്രാർത്ഥനയാണ്, മുദ്രാവാക്യം വിളിക്കുക. ഞങ്ങൾക്കൊക്കെ വയസ്സായി. ചെറുപ്പക്കാരെ, നിങ്ങൾ നേരത്തെ റസൂൽ പറഞ്ഞതുപോലെ ചെറുപ്പക്കാർ ഈ പട്ടാളത്തിൻ്റെ നേതാക്കളാവുക. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ. ഇനിയും പറയാനുണ്ട്.
അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ. ദയാനിധിയായ ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മൾ ഏവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. പ്രൈസ് ദി ലോർഡ്. ജയ് ജഗത് ലോക സമസ്ത സുഖിനോ ഭവന്തു. നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തരണം. ഞാനിപ്പോൾ അഷ്റഫ് പിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കരളിത്തൊട്ട് കത്തയച്ചാൽ 500,000 ഉറുപ്പ്യ തരുന്ന കുറച്ച് ആളുടെ അഡ്രസ്സ് എനിക്ക് തരണം. ഞാൻ കത്തയക്കും, ചിലർ പൈസ തരും. ഇനി എനിക്ക് അതിൻ്റെ പുറത്താർക്കെയും പൈസ തരണം എന്നുണ്ടെങ്കിൽ മുജീബിനോടോ അഷ്റഫിനോടോ എൻ്റെ നമ്പർ വാങ്ങി ഗൂഗിൾ പേ ചെയ്തോളൂ. ഞാൻ പറഞ്ഞില്ലേ, ജിഹാദിൽ ഇടപെടുന്നവർക്ക് സക്കാത്തിന് അർഹതയുണ്ട്. അതാ ഈ വിദ്യാലയം, ഇത്ര മഹിതമായ വിദ്യാലയം ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച് ഇത്രയെങ്കിലും യുവാക്കളെ അണിനിരത്തി, അങ്ങനെ ദൈവം അനുഗ്രഹിച്ചതാണ്. ഇത്രയും കുഞ്ഞുങ്ങളോടും രക്ഷിതാക്കളോടും പറയാൻ ദൈവം എനിക്ക് അവസരം തന്നു. എൻ്റെ വാക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇഷ്ടമാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് കേൾക്കാൻ നിങ്ങൾക്കും ദൈവം ഒരു അവസരം തന്നു. ആ ദൈവത്തിന് സ്തുതി പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവസാനമായി വയലാർ രാമവർമ്മയുടെ ഒരു കവിത ചൊല്ലി ഞാൻ അവസാനിപ്പിക്കുകയാണ്. 4 വരി. അദ്ദേഹം മദ്യനിരോധനക്കാരനായിരുന്നില്ല. അദ്ദേഹം ആരായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ. അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നില്ല. ആദ്യം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ദൈവനിഷേധിയായിരുന്നു. അവസാനം അദ്ദേഹം ആ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തോടൊക്കെ വിട പറഞ്ഞു. അദ്ദേഹം വിശ്വാസത്തിലേക്ക് വരിക. ആ സർഗസംഗീതം എന്ന കവിതയുടെ പേര്. അവസാനത്തെ ശ്ലോകം ഇങ്ങനെ: കോടക്കാറ്റിലലഞ്ഞുലഞ്ഞ് കിടയും കിടന്നീടുമിക്കാട്. നമ്മുടെ നാടന്തപ്രഹരങ്ങളേറ്റ് കിടിലം കൊൽക. കുടിയൻ്റെ, ലഹരി ഉപയോഗിക്കുന്നവൻ്റെ ഭാര്യയുടെ മക്കളുടെ ദുരന്തം കൊണ്ട് നാടാകെ കിടിലം കൊള്ളുകയാണ്. കൊടക്കാറ്റിൽ അലഞ്ഞുലഞ്ഞ് ചിടയും ചിക്കിക്കിടന്നിടുമിക്കാട്, അങ്ങിങ്ങു പറിച്ചെറിഞ്ഞ തളിരും പൂവും പിടഞ്ഞിടത്. നാടന്തപ്രഹരങ്ങളേറ്റ് കിടിലം കൊൽക. മുലപ്പാലുമായി പാടം നീന്തി വരുന്ന പൗർണമി, ഈ മഹായുവജന സമ്മേളനമേ നിനക്കാകട്ടെ ഗീതാഞ്ജലി. ഞാൻ അവസാനിപ്പിക്കും.